ആദ്യം തന്നെ എൻ്റെ ഓണാശംസകൾ. പൊന്നിൻ ചിങ്ങനാളിൽ റോഡുവഴിയിൽ മാവേലി മണ്ണിനെ വരവേൽക്കാൻ നമ്മളെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും അലകൾ നമുക്ക് എന്നും കേൾക്കാവുന്നതാണ്. മുക്കുറ്റിയും തുമ്പയും നമ്മുടെ മുറ്റങ്ങളിൽ പൂക്കളങ്ങളായി നിറഞ്ഞ ഒരു ബാല്യം നമുക്കെല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ നിന്നെല്ലാം മാറി അന്യ സംസ്ഥാനങ്ങളെ കേരളം ഓണത്തിനു വേണ്ടി ആശ്രയിക്കുന്ന ഒരു അവസ്ഥയും വന്നു ചേർന്നു. ഓണസദ്യയും ഓണപ്പൂക്കളവും റെഡി ടു ബൈ എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇതൊക്കെ തന്നെ ആയാലും മലയാളികളായ നമ്മളെല്ലാവരും ലോകത്തിൻ്റെ ഏതു ഭാഗത്തായാൽ പോലും ആ ദിവസങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് സന്തോഷം പങ്കുവയ്ക്കുകയും സദ്യ ഒരുക്കുകയും ഓണപ്പൂക്കളമിടുകയും ചെയ്യുന്ന ആ ഒരു സന്തോഷകരമായ ആ കുറച്ച് സമയം നമുക്ക് എന്നും ഓർമ്മയിൽ കൊണ്ട് സൂക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ 5 വർഷമായി നമ്മൾ റോഡ്വേയിൽ ആർമയുടെ നേതൃത്വത്തിൽ ഓണം ആഘോഷിക്കുന്നു. പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഓണം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ഇത്തവണയും വളരെ മനോഹരമായ രീതിയിൽ, വളരെ വിജയപ്രദമായ രീതിയിൽ നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുകയാണ്. ചിട്ടയായ ഒരു ഭരണഘടനയുടെ കീഴിൽ 13 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് അവരുടെ തീരുമാനങ്ങൾ എല്ലാ മാസത്തിലും കമ്മിറ്റി മീറ്റിങ്ങുകൾ ഉണ്ടാവുകയും അതിൽ നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാവുകയും അത് നടപ്പിലാക്കാൻ ഇവരെല്ലാവരും ഒത്തുതന്നെയാണ് ശ്രമിക്കുന്നത്. ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ആദ്യ സംരംഭമായിരുന്ന ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞ മെയിൽ നടക്കുകയുണ്ടായി. ഏകദേശം 30ഓളം വരുന്ന മലയാളി സുഹൃത്തുക്കളാണ് അന്ന് ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് രക്തം നൽകിയത്. 30 എന്ന് പറയുമ്പോൾ ന്യൂസിലാൻഡ് ബ്ലഡ് ഡൊണേഷൻ ടീമിനെ സംബന്ധിച്ചൊരു വലിയൊരു സംഖ്യയാണ്. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന കൊടുത്ത ബ്ലഡ് എല്ലാം തന്നെ വളരെ യൂസ്ഫുൾ ആവുകയും അവർ ഒരുപാട് നന്ദി ആർമി പ്രത്യേകം അറിയുകയും ചെയ്തിരുന്നു. അതുപോലെ ഓഗസ്റ്റ് 15-ന് നമ്മളിവിടെ നടത്തിയിരുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ മീറ്റിംഗ് നടത്തുകയും പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യ ദിന സന്ദേശം നമ്മളിവിടെ പങ്കുവയ്ക്കുകയും അന്ന് വന്നു ചേർന്നുള്ള കുട്ടികൾക്ക് എന്താണ് സ്വാതന്ത്ര്യം, എങ്ങനെയാണ് സ്വാതന്ത്ര്യം എന്നാലും നമ്മുടെ ജിജി സാറ് വ്യക്തമായി പറയുകയുണ്ടായി. അതിനുശേഷം നടന്ന കുട്ടികളുടെ പ്രസംഗ മത്സരം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതും വളരെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നു. നമ്മൾ തന്നെ ആരും പ്രതീക്ഷിച്ചില്ല അത്രയും ഒരു